Okay, good afternoon to all. Good afternoon, Miss. Good afternoon, Miss. Afternoon, Miss. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നേ? ഏത് ചാപ്റ്റർ ആണ്? റേഡിയോളജി സർവീസ് ആയിരുന്നു അല്ലെ? അപ്പൊ അതിൽ നമ്മൾ എവിടെ വരെ പഠിച്ചു? Classification of radiology. ഓക്കെ, റേഡിയോളജിക്കൽ വർക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. എന്തൊക്കെയായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ? ഏതൊക്കെയാണത്? അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞേ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് റേഡിയേഷൻ ഓൺകോളജി. അതിൽ നമ്മൾ എവിടെ വരെ പഠിച്ചത്? ഇന്റർവെൻഷണൽ റേഡിയോളജിക്കകത്തെ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് വരെ. ആൻജിയോഗ്രഫി പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്? മറ്റൊരാൾ പറഞ്ഞേ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി നിൽജ ഉണ്ടോ? ഇല്ല, മറ്റൊരാൾ പറഞ്ഞേ. ഓക്കെ, നിൽജ പറഞ്ഞേ. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി നമ്മൾ രോഗം തന്നെ നടത്തുന്ന ഇമേജിംഗ് ടെക്നിക്സ്, അതായത് എക്സ്റേ, അൾട്രാസൗണ്ട്. ഓക്കെ, അപ്പോ റേഡിയോളജിസ്റ്റുകള് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI പോലെയുള്ള ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ എവിടെയാണ് ഡിസോർഡർ ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെ? രോഗം നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോസസ് ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഏരിയയിൽ നടക്കുന്നത്. രണ്ടാമത് ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയ ആകുമ്പോൾ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? അവിടെ ഡയഗ്നോസും നടക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റും നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഡയഗ്നോസും ട്രീറ്റ്മെന്റുകളും നടക്കുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി അവിടെ എന്താണ്? മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻവേസീവ് ട്രീറ്റ്മെന്റ് ആണ്. ഒരു മിനിമൽ ആയിട്ടുള്ള ഇൻവേസീവ് എന്താ? മുറിവുകള്, ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയറിന് ചെയ്യുന്നത് അല്ലെ? അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്, നമ്മൾ ആ ഒരു രോഗം നിർണ്ണയിക്കുന്നതും ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതും ഒരു മിനിമലി ഇൻവേസീവ് ടെക്നിക്കിലൂടെയാണ്. എന്നാൽ അത് വലിയൊരു സർജറി, ഓപ്പൺ സർജറീസ് പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ പോലും എന്താണ്? രോഗനിർണയത്തിനും അതിന്റെ ചികിത്സയ്ക്കും ആവശ്യമായിട്ട് ഒരു ചെറിയ മുറിവുകളോ ദ്വാരങ്ങളോ ശരീരത്തിൽ ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 4 പ്രൊസീജിയേഴ്സ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ട്. ഫസ്റ്റ് വൺ ആണ് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെ? അതായത് ആൻജിയോഗ്രഫി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആൻജിയോഗ്രഫി എന്താണ്? ഈ ബ്ലഡ് വെസൽസിന്റെ, നമ്മുടെ ബോഡിയിലുള്ളിലുള്ള ബ്ലഡ് വെസൽസിന്റെ ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതാണ് ആൻജിയോഗ്രഫിയിൽ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽസിന്റെ ചിത്രങ്ങൾ എടുക്കുന്നത്. ബ്ലഡ് വെസൽസിൽ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫിക്കേഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രഫി പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലഡ് വെസൽസിന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇമേജുകൾ എടുക്കുന്നത്. രണ്ടാമത്തെ പ്രൊസീജിയർ ആണ് ബയോപ്സി പ്രൊസീജിയർ. ബയോപ്സി നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബയോപ്സി എന്ന് പറയുന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക? ബയോപ്സി ഏത് രോഗവുമായി ബന്ധപ്പെട്ട നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുക? ബയോപ്സി കേട്ടിട്ടുണ്ടോ? മെസ്സേജ് വെച്ചേ. ഏതാണ് ബയോപ്സി പ്രൊസീജിയർ? യെസ്, വെരി ഗുഡ്. ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അല്ലെ? അതായത് നമ്മുടെ ശരീരത്തില് എന്തെങ്കിലും രോഗമുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോപ്സി പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട്, അതായത് ആ ഒരു ഏരിയയിലെ സെൽസിന്റെ അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്തുകൊണ്ട് അത് നമ്മൾ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പരിശോധനകൾക്ക് അയക്കുന്നു. അങ്ങനെ പരിശോധനകൾക്ക് അയച്ചു ചെയ്യുമ്പോൾ അത് മൈക്രോസ്കോപ്പിന് കീഴിൽ പരിശോധനകൾ നടത്തിയിട്ട് ആ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ, മുഴകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് സംശയം തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വിട്ടുമാറാത്ത ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത്
എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്തെ ഹോസ്പിറ്റൽസ് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആ ഒരു ഭാഗത്തെ ടിഷ്യൂസ്, അത് ടിഷ്യൂസ് എടുക്കുന്നത് എങ്ങനെയാവാം, ചിലപ്പോ നീഡിൽസ് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഭാഗങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൈനർ സർജറീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂസ് അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. ആ സാമ്പിൾസ് എന്ത് ചെയ്യും, പരിശോധനകൾക്ക് അയക്കും. അപ്പൊ മൈക്രോസ്കോപ്പിന് കീഴിലുള്ള ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം ആ റിസൾട്ട് കിട്ടുമ്പോൾ റിസൾട്ട് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബയോപ്സി പ്രൊസീജിയർ പ്രധാനമായിട്ടും നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റ്, ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് നമുക്ക് ആ മറ്റ് ടെസ്റ്റുകൾ വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ആ ഒന്നും കൂടി അതെന്ത് ആ രോഗം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും ഈ ബയോപ്സി പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ബയോപ്സി പ്രൊസീജിയേഴ്സ് ചെയ്യാറ്. അതുപോലെ തന്നെ കൂടാതെ മറ്റു രോഗങ്ങളുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടും നമുക്ക് ബയോപ്സി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ബയോപ്സി പ്രൊസീജിയർ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ പോലും എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്താണ് ബയോപ്സി എന്നൊന്നും ചോദിക്കാറില്ല ക്വസ്റ്റിന്. ഇതിൽ ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ ഉള്ളിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. രണ്ടെണ്ണമാണ് സ്പെസിഫിക് ആയിട്ട് തന്നിരിക്കുന്നത്, ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റിയും. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അത് ആ പോയിന്റ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. കാർഡിയാക് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടതാണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. കാർഡിയാക് എന്ന് പറഞ്ഞ വാക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്, ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി ഇത് മൂന്നും റിലേറ്റഡ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി, കാർഡിയാക് കത്തീറ്ററൈസേഷൻ. ഇത് മൂന്നും ഈ കാർഡിയാക് കത്തീറ്ററൈസേഷന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റിയും. ഇനി എന്താണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനെ, ഹാർട്ട് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ വിലയിരുത്താനായിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ആരുപയോഗിക്കുന്നതാണ്? കാർഡിയാക്കുകൾ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റുകൾ, ഹാർട്ടുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റുകൾ, കാർഡിയോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാർട്ടിൽ വരുന്ന ബ്ലോക്കുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം. അതുപോലെ തന്നെ വാൽവുകൾ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ പേസ് മേക്കേഴ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഡിയോളജിസ്റ്റുകൾ എന്താണ് ഉപയോഗിക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയർ ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഇനി കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാത്ത് ലാബുകളിലാണ്. കാത്ത് ലാബ് എന്നാണ് പറയുന്നത്. കത്തീറ്ററൈസേഷൻ ചെയ്യുന്ന ലബോറട്ടറി, അതിനെയാണ് കാത്ത് ലാബ് എന്ന് പറയുന്നത്. ആ കാത്ത് ലാബുകളിൽ വെച്ചിട്ടാണ് ഈ കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത്. ഇനി ഇതിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ആൻജിയോഗ്രഫി പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ഏത് ട്യൂബാണ് നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിലൂടെ കടത്തിവിടുന്നത്? ആ ഒരു ട്യൂബിന്റെ ഒരു പേരുണ്ടല്ലോ, പറഞ്ഞിരുന്നില്ലേ? എന്താണത്? എന്താണ് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നമ്മുടെ ചെറിയ നാരുമായിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബ്സ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിടുന്നു എന്ന് പറഞ്ഞില്ലേ? അതിനൊരു പേരും പറഞ്ഞിരുന്നു. യെസ്, വെരി ഗുഡ്, കത്തീറ്റർ അല്ലെ? കത്തീറ്റർ ആണ് ഈ ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെ ഈ ബ്ലഡ് വെസൽസിലൂടെ എന്ത് ചെയ്യുന്നു? ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ബ്ലഡ് വെസൽസിനുള്ളിൽ കൂടെ കത്തീറ്റർ, അതായത് ചെറിയ പ്ലാസ്റ്റിക് ട്യൂബുകൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെറിയ പ്ലാസ്റ്റിക് ട്യൂബുകൾ, കത്തീറ്റർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകൾ കടത്തിവിടുന്നു. കത്തീറ്റർ ബ്ലഡ് വെസൽസിനുള്ളിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ ബ്ലഡ് വെസൽസിനുള്ളിലൂടെ കടത്തിവിടുമ്പോ ഈ ബ്ലഡ് വെസൽസിനുള്ളിലൂടെ കത്തീറ്റർ പോകുന്ന ആ ഒരു പാസേജ്, ആ പാത്ത് വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആ പോകുന്ന വഴിയൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്ററിൽ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ ഇത് പോയി കഴിയുമ്പോൾ എവിടെയൊക്കെയാണോ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കുന്നത് ഈ ബ്ലഡ് വെസലില്, അത് നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊസീജിയർ നമ്മൾ എന്തെന്ന് പറയും? ആൻജിയോഗ്രഫി എന്ന് പറയും അല്ലെ? അതായത് ബ്ലഡ് വെസൽസിനുള്ളിൽ കൂടെ കത്തീറ്റർ കടത്തിവിട്ടതിന് ശേഷം ബ്ലോക്കുകൾ എവിടെയാണോ അതിന്റെ ചിത്രത്തിൽ നിന്നും എന്ത് ചെയ്യും? നമുക്ക് ആ ബ്ലോക്ക് എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ഇമേജുകൾ എടുത്ത് ബ്ലോക്കുകൾ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൊസീജിയർ എന്താണ്?
ഈ ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു. ഇതും കാർഡിയക് കത്തീഡ്രലൈസേഷനുള്ളിൽ വരുന്നതാണ്, അതുകൊണ്ടാണ് രണ്ടാമതും അത് പറയുന്നത്. ഇനി ആൻജിയോഗ്രഫി വഴി നമ്മൾ ആ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഈ കത്തീഡ്രൽ കടത്തിവിട്ടത് ആ ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്തു. ആ ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ബ്ലോക്കുകളെ മാറ്റുക അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ട് ഈ സെയിം കത്തീഡ്രലുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ കത്തീഡ്രലിന്റെ ടിപ്പിലായിട്ട് ഒരു നീഡിൽ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ചിപ്പ് ഭാഗത്തായിട്ട് ഒരു ബലൂൺ പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതായത് ബലൂൺ എങ്ങനെയാണ് നമുക്ക് ഊതിക്കഴിഞ്ഞാൽ വീർക്കും അല്ലെ. അതേപോലെ തന്നെ ഈ കത്തീഡ്രലിന്റെ ടിപ്പിലായിട്ട് ഒരു ബലൂൺ ലൈക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ആ ബലൂൺ പോലത്തെ ഭാഗത്തിന് പുറത്തായിട്ട് ഒരു സ്പ്രിംഗ് പോലെയുള്ള ഒരു മെറ്റൽ പാർട്ടും ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിനെ പറയുന്ന പേരാണ് സ്റ്റെന്റുകൾ. സ്റ്റെന്റുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്റ്റെന്റുകൾ എന്നുള്ളത്. അപ്പൊ ഈ ബലൂൺ പോലത്തെ ആ ഒരു ഭാഗത്തിന് മുകളിലായിട്ട് ഈ കത്തീഡ്രലിൽ എന്ത് കാണുന്നുണ്ട്? സ്റ്റെന്റുകൾ അല്ലെങ്കിൽ സ്പ്രിംഗ് പോലെയുള്ള മെറ്റൽ ഭാഗം. ആ മെറ്റലാണ് സ്റ്റെന്റുകൾ എന്ന് പറയുന്നത്. അത് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഇതെന്ത് ചെയ്യും? നമ്മുടെ ആ ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിടും. അങ്ങനെ ബ്ലഡ് വെസൽസിൽ നമ്മൾ ഓൾറെഡി എവിടെയാണ് ആൻജിയോഗ്രഫി വഴി ഓൾറെഡി എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എവിടേക്കാണ് ബ്ലോക്ക് ഉള്ളത് അവിടേക്ക് ഈ കത്തീഡ്രലിലൂടെ ഇങ്ങനെയുള്ള ബലൂൺ ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റെന്റുകളുള്ള ഈ ഒരു കത്തീഡ്രൽ കടത്തി വരുന്നു. ആ ബ്ലോക്ക് ഉള്ള ഇടത്ത് ഈ കത്തീഡ്രൽ എത്തുന്ന സമയത്ത് ഈ ബലൂൺ പോലെയുള്ള ആ ഭാഗം, ബലൂൺ പോലെ വീർക്കുന്ന ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു? എവിടെയാണോ ആ ബ്ലഡ് വെസല് അടഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് ആ ഭാഗത്ത് എത്തുമ്പോ ആ ബലൂൺ പോലെയുള്ള ഭാഗം, ഈ കത്തീഡ്രലിന്റെ ബലൂൺ പോലെയുള്ള ഭാഗം എന്ത് ചെയ്യും? വീർക്കും. അപ്പൊ വീർക്കുമ്പോ എന്താ? ബലൂൺ വീർക്കുന്നതോടൊപ്പം തന്നെ അതിന് ഇപ്പൊ പുറമേയുള്ള ബ്ലഡ് വെസൽ വീർക്കും. അതുപോലെ തന്നെ ആ ബലൂണിന് മുകളിൽ ചുറ്റുമായിട്ട് നമ്മൾ എന്തുണ്ടായിരുന്നു? സ്റ്റെന്റ് ഉണ്ടായിരുന്നു അല്ലെ. സ്പ്രിംഗ് പോലെയുള്ള ഒരു മെറ്റലാണ് സ്റ്റെന്റുകൾ എന്ന് പറയുന്നത്. ആ ബലൂൺ വീർക്കുന്നതോടൊപ്പം ഈ സ്റ്റെന്റുകളും വീർക്കും. സ്റ്റെന്റുകളും വികസിക്കും അല്ലെ. അങ്ങനെ വികസിക്കുന്നതോടൊപ്പം തന്നെ അതിന് ചുറ്റുമുള്ള രണ്ട് ബ്ലഡ് വെസൽസിന്റെ ആ വാളും എന്ത് ചെയ്യും? ഡൈലേറ്റ് ചെയ്യും അല്ലെങ്കിൽ വികസിക്കും. ഇനി ഇങ്ങനെ ഒരു പ്രാവശ്യം ഈ സ്റ്റെന്റുകൾ വീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വികസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചുരുങ്ങാനായിട്ട് സാധിക്കില്ല. എന്തിനു ചുരുങ്ങാൻ പറ്റില്ല? സ്റ്റെന്റുകൾക്ക് ചുരുങ്ങാൻ പറ്റില്ല. അപ്പൊ ബലൂൺസ് എന്ത് ചെയ്യും? പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും. അതായത് ആ വീർത്തിരിക്കുന്ന ബലൂൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെന്റുകൾ വരുത്താവുന്നതിന് ശേഷം ആ ബലൂൺസ് ചുരുങ്ങും. എന്നാൽ വീർത്ത ആ സ്റ്റെന്റ് എന്ത് ചെയ്യുന്നില്ല? വികസിച്ച ആ സ്റ്റെന്റുകൾ അതേ പൊസിഷനിൽ തന്നെ വികസിച്ച രീതിയിൽ തന്നെ അവിടെ നിൽക്കുകയും ആ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും? അപ്പൊ ബ്ലഡ് വെസൽസ് പിന്നെ തിരിച്ച് ആദ്യത്തെ പോലെ ചുരുങ്ങാൻ പറ്റുമോ? ഇല്ല. സ്റ്റെന്റുകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് വെസൽസും വികസിച്ച് തന്നെ ഇരിക്കും. ഈ ഒരു പ്രൊസീജിയർ വഴി നമുക്ക് എന്താണ്? അവിടെ ഇപ്പൊ ബ്ലോക്ക് ഉണ്ടായിടത്താണ് നമ്മൾ ഈ സ്റ്റെന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെയുള്ള ബ്ലഡ് വെസലിന് ചുരുങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ അവിടുത്തെ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെന്റുകൾ ഉപയോഗിച്ചിട്ട് മാറ്റുന്നു. ഈ ഒരു ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? നോക്കി, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ ബലൂൺ ഡയലേഷൻ, ബലൂൺ പോലുള്ള ഭാഗം തീർക്കുമ്പോൾ എന്താണ്? ബ്ലഡ് വെസൽസും ഡയലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു അല്ലെ. അവിടെ എന്ത് സ്ഥാപിക്കുന്നു? സ്റ്റെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് എന്താണ്? സ്റ്റെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ബ്ലഡ് വെസൽസിന്റെ ഡയലേഷൻ അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് നോക്കി? കാർഡിയാക് കത്തീഡ്രലൈസേഷനുള്ളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ആൻജിയോഗ്രഫിയും ആൻജിയോപ്ലാസ്റ്റിയും. രണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ കിട്ടാത്തവരാണെങ്കിൽ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യണം? ഇപ്പൊ കാർഡിയാക് കത്തീഡ്രലൈസേഷനിൽ നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ചെയ്യാം. ഹൃദയവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒട്ടുമിക്ക ട്രീറ്റ്മെന്റുകളും നമ്മൾ ഈ കാർഡിയാക് കത്തീഡ്രലൈസേഷനുള്ളിലാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ആദ്യം നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിനുള്ളിലൂടെ കത്തീഡ്രലിനെ കടത്തിവിടുത്ത് ബ്ലോക്കുകൾ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇമേജുകളിലൂടെ ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ആൻജിയോഗ്രഫി വഴി ചെയ്തു നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എവിടെയൊക്കെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത് വരുന്നത് എന്താണ്? കത്തീഡ്രൽ കയറ്റി വിടുന്നു. കത്തീഡ്രലിന്റെ ടിപ്പിലായിട്ട് ഒരു ബലൂൺ പോലെ വീർക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് ആ ബലൂൺ വീർക്കുന്ന ആ ഒരു ഭാഗത്തിന് മുകളിലായിട്ട് സ്റ്റെന്റുകൾ ഉണ്ടായിരിക്കും. ഇതൊരു സ്പ്രിംഗ് പോലുള്ള ഒരു മെറ്റൽ പാർട്ടാണ് സ്റ്റെന്റുകൾ എന്ന് പറയുന്നത്. അതും ഈ ബലൂൺ വീർക്കുന്ന ആ ഒരു ഭാഗത്തിന് മുകളിലായിട്ട് ഉണ്ടായിരിക്കും. ഇനി ഈ കത്തീഡ്രൽ ഇങ്ങനെയുള്ള ബലൂൺ പോലെയുള്ള ഭാഗമൊക്കെ ഉള്ള ആ ഒരു കത്തീഡ്രൽ നമ്മൾ ബ്ലഡ് വെസൽസിലൂടെ എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് ആ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിട്ട് കഴിഞ്ഞ്
ബ്ലോക്ക് വരുന്ന ഏത് ഏരിയയാണോ അവിടെ എത്തുമ്പോ ഈ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലുള്ള ഈ കത്തീറ്ററിലെ ആ ബലൂൺ പോലത്തെ ഭാഗം വീർക്കും. ബലൂൺ ഡയലേഷൻ, അതാണ് അവിടെ ബലൂൺ ഡയലേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ കത്തീറ്ററിലെ ബലൂൺ പോലത്തെ ഭാഗം വീർക്കുമ്പോ ആ ബലൂൺ പോലത്തെ ഭാഗത്തിന്റെ പുറത്തായിട്ടുണ്ടായ സ്റ്റെന്റുകളും എന്ത് ചെയ്യും? വികസിക്കും അല്ലെ? ആ ബലൂൺ വികസിക്കുമ്പോൾ ഓൾറെഡി ആ സ്റ്റെന്റ് വികസിക്കുമല്ലോ. ആ സ്റ്റെന്റ് വികസിക്കുന്നതോടൊപ്പം ആ ചുരുങ്ങിയിരിക്കുന്ന ആ ബ്ലഡ് വെസൽസും ഇതോടൊപ്പം വികസിക്കുന്നു. മനസ്സിലായോ? ആ ചുരുങ്ങിയിരിക്കുന്ന ബ്ലഡ് വെസൽ ആണെങ്കിൽ അവിടെയല്ലേ ബ്ലോക്ക് ഉണ്ടാവുക. ബ്ലഡ് വെസൽസ് ചുരുങ്ങിയിരിക്കുന്ന സ്ഥലത്തല്ലേ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ബലൂൺ വീർക്കുന്നതോടൊപ്പം സ്റ്റെന്റുകൾ വീർക്കുന്നു, അതുപോലെ തന്നെ അതോടൊപ്പം ആ ചുറ്റുമുള്ള ആ ബ്ലഡ് വെസൽസും വികസിക്കുന്നു. ഇനി ഈ ബലൂൺ എന്ത് ചെയ്യും? ചുരുങ്ങും, തിരിച്ച് ആദ്യത്തെ സ്ഥിതിയിലോട്ട് തന്നെ ചുരുങ്ങി മാറും. എന്നാൽ ഈ സ്റ്റെന്റുകൾ ഒരു പ്രാവശ്യം വികസിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചു ചുരുങ്ങാനായിട്ട് പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അതോടൊപ്പം വികസിച്ചിരിക്കുന്ന ബ്ലഡ് വെസൽസിനും ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ അവിടെ എന്താണ്? ആ ചുരുങ്ങിയിരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെന്റുകൾ ഉപയോഗിച്ച് വികസിപ്പിച്ചു. അപ്പൊ അവിടെ എന്താ? ബ്ലഡ് ഫ്ലോ നല്ല കറക്റ്റ് ആയിട്ട് ബ്ലഡ് ഫ്ലോ നടക്കില്ലേ? അവിടെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ പിന്നീട്? ഇല്ല. സ്റ്റെന്റുകൾ അവിടെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ആ ബ്ലഡ് വെസൽസിലുള്ള ബ്ലോക്കിനെ ക്ലിയർ ചെയ്യുന്നു. ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. The balloon dilation of blood vessels. ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. സ്റ്റെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ബലൂൺസ് വികസിപ്പിക്കുന്ന പോലെ ബ്ലഡ് വെസൽസിനെ വികസിപ്പിച്ചുകൊണ്ട് സ്റ്റെന്റുകൾ സ്ഥാപിച്ച് ആ ഒരു ബ്ലോക്കുകൾ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത് കാർഡിയാക് കത്തീറ്ററൈസേഷന്റെ ഭാഗമാണ്. അപ്പൊ കാർഡിയാക് കത്തീറ്ററൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആൻജിയോഗ്രഫി ചെയ്യുന്നുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളാണ് പേസ് മേക്കർ മാറ്റിവെക്കല്, അല്ലെങ്കിൽ വാൽവുകളിൽ ഹാർട്ടുമായി സംബന്ധിച്ച വാൽവുകളിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒക്കെ അതിന് സഹായിക്കുന്ന പ്രൊസീജിയർ ആണ് മെഡിസിൻ അല്ലെങ്കിൽ എന്താ കാർഡിയോളജിസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. എന്താണ് ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ എന്താണ് ആൻജിയോഗ്രഫി, എന്താണ് കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഇനി ഈ ആൻജിയോപ്ലാസ്റ്റിയില് 2 or 3 മാക്സിമം 3 ബ്ലോക്കുകൾ വരെ നമുക്ക് ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി വഴി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ 3ൽ കൂടുതൽ ബ്ലോക്കുകൾ വന്നാൽ അതൊരു ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും. ആ ഒരു ഓപ്പൺ സർജറിയുടെ പേരറിയോ ആർക്കെങ്കിലും? ബ്ലോക്ക് വന്നാല് നടത്തുന്ന ഒരു ഓപ്പൺ സർജറി ഉണ്ടല്ലോ, അറിയോ ആർക്കെങ്കിലും? ഓപ്പൺ സർജറി കേട്ടിട്ടില്ല ആരും? CABG, അതായത് ബൈപ്പാസ് സർജറി അല്ലെ? നമ്മുടെ ബൈപ്പാസ് സർജറി, അതായത് ഒരു ഓപ്പൺ സർജറിയാണ്. അപ്പൊ അങ്ങനെയുള്ള സർജറീസ് മൂലമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതൽ ബ്ലോക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, 3ൽ കൂടുതൽ ബ്ലോക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാക്സിമം ഒരു 3 ബ്ലോക്കുകളായിട്ട് വരാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് മതിയാവും. ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്കത് പ്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും പ്രൊസീജിയേഴ്സ് എന്തിൽ വരുന്നതാണ്? ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? രോഗം നിർണയവും നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർക്കുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിൽ വരുന്ന പ്രധാന പ്രൊസീജിയേഴ്സ് ഈ 4 എണ്ണമാണ്. ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ആൻജിയോഗ്രഫി എന്താണെന്ന് ചോദിക്കാറുണ്ട്, ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ പോയിന്റ്സ് മാത്രമേ എഴുതിയാൽ മതി. നിങ്ങൾ വേറെ എക്സ്ട്രാ ഒന്നും എടുത്ത് എഴുതൊന്നും വേണ്ട. ആൻജിയോപ്ലാസ്റ്റി എന്താണെന്ന് ചോദിച്ചിട്ട് ഈ പോയിന്റ്സ് ഓപ്ഷനിൽ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് കൊടുത്തിട്ട് എന്താണ് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രഫി എന്താണെന്ന് ചോദിക്കാറ്. ഇത് രണ്ടുപേരും ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിനുള്ളിൽ വരുന്ന ഈ 4 പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ് അല്ലെങ്കിൽ ഇല്ലാത്തത് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് ഓങ്കോളജി എന്ന് പറയുന്നത്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, വെരി ഗുഡ്, ക്യാൻസർ ആണ് അല്ലെ? ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഓങ്കോളജി എന്താണെന്ന് എഴുതി വെച്ചോ. ഓങ്കോളജി എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഓങ്കോളജി is a branch of medicine. Oncology is a branch of medicine. Oncology is a branch of medicine that specializes in the Oncology is a branch of medicine that specializes in the
diagnosis, specializes in the diagnosis and treatment of cancer. Diagnosis and treatment of cancer. Oncology is a branch of medicine that specializes in the diagnosis and treatment of cancer. കിട്ടിയോ? അപ്പൊ ഓങ്കോളജി എന്ന് പറയുന്നത് എന്താ? ക്യാൻസറിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു മെഡിസിനൽ ബ്രാഞ്ച് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ റേഡിയേഷൻ ഓങ്കോളജി ഏരിയ, ഈ ഒരു റേഡിയേഷൻ ഓങ്കോളജി ഏരിയ എന്തുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്? ക്യാൻസർ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം റേഡിയേഷൻ തെറാപ്പികളൊക്കെ ക്യാൻസർ പേഷ്യൻസിന് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ അത് ഈ ഏരിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ റേഡിയേഷൻ ഓങ്കോളജി എന്താന്ന് നോക്കി. Radiation oncology is used for performing radiation-based therapy on cancer patients. Cancer patients radiation-based ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയേഷൻ അടിസ്ഥാനമാക്കിയുള്ള തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയോളജി ഏരിയയെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഹൈ എനർജി റേഡിയേഷൻ യൂട്ടിലൈസ് ഇൻ ദ ട്രീറ്റ്മെന്റ് destroys cancer cells and prevents them from proliferating. ഇവിടെ എങ്ങനെയുള്ള എനർജി റേഡിയേഷൻ ഉപയോഗിക്കുന്നത്? ഹൈ എനർജി റേഡിയേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സെൽസിനെ അല്ലെങ്കിൽ എന്താണ് ക്യാൻസറിനെതിരെ ട്രീറ്റ്മെന്റുകൾ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാനും അതുപോലെ തന്നെ പ്രോലിഫറേറ്റിംഗ്. എന്താണ് പ്രോലിഫറേറ്റിംഗ്? വ്യാപനം. പ്രോലിഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപനം എന്നാണ് കേട്ടോ. അപ്പൊ ഈ സെൽസിന്റെ വ്യാപനം തടയാനും വേണ്ടിയിട്ടാണ് ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ച് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നത്. And thus this process can either regulate the problem or can cure it entirely. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റേഡിയേഷൻസ് തെറാപ്പികളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു രോഗത്തിൽ നിന്നോ ഒന്നില്ലെങ്കിൽ ഈ ഒരു രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, അല്ലെ? റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഓർ ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ നിന്നും ഒരു സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ റേഡിയേഷൻ ഓങ്കോളജിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഹൈ എനർജി റേഡിയേഷനുകളാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ക്യാൻസർ രോഗികളുടെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ട് ഹൈ എനർജി റേഡിയേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുകയും അതിന്റെ വ്യാപനം തടയുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു റേഡിയേഷൻ തെറാപ്പികൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും, അല്ല എന്നുണ്ടെങ്കിലോ ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കാനായിട്ട് സാധിക്കും. രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ റേഡിയേഷൻ ഓങ്കോളജി ക്ലിയർ ആയോ? ഇപ്പൊ 3 ഏരിയാസ് നമ്മൾ പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പറഞ്ഞു, ഇന്റർവെൻഷണൽ റേഡിയോളജി പറഞ്ഞു, റേഡിയേഷൻ ഓങ്കോളജി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോക്കിയ ഫസ്റ്റ് പോയിന്റ്, ഐഡിയലി ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നിലയിലാണ്. The ground floor is the optimal location for sophisticated equipment like CT and MRI scanners. ഈ CT and MRI scanners പോലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് സങ്കീർണമായ ഉപകരണങ്ങള്. അപ്പൊ CT and MRI scanners ഒക്കെ വളരെ ഹെവി ലോഡഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്, അല്ലെ? വളരെ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വെക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ വരുന്നത് എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നില തന്നെയാണ്. Then the department not only cares for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വാക്കിംഗ് പേഷ്യൻസ് എന്ന് പറയുന്നത് നടപ്പ് രോഗികൾ, അതായത് നമുക്ക് നടന്ന് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് വരാൻ പറ്റും. എന്നാൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആ ഒരു റേഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നടപ്പ് രോഗികളെ മാത്രമല്ല പരിചരിക്കുന്നത്, മറിച്ച് ആരെയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്? എമർജൻസി പേഷ്യൻസ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അവർക്ക് സീരിയസ് കണ്ടീഷൻ ഉള്ളവരായിരിക്കും, അല്ലെ? അവർക്ക് എന്താണ് അൺഎബിൾ ടു വാക്ക്, അല്ലെ? നടക്കാനായിട്ട് കഴിയാത്തവരുണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് സ്കാനിങ്ങുകളൊക്കെ നടത്തി രോഗനിർണയം നടത്തി ഉടനടി ട്രീറ്റ്മെന്റുകൾ ലഭിക്കേണ്ടതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവരൊക്കെ എമർജൻസി പേഷ്യൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി പേഷ്യൻസിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വയ്ക്കാനായിട്ട്.
നെക്സ്റ്റ് നോക്കിയേ, ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ? എന്താണ് OPD എന്ന് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചല്ലേ OPD? OPD എന്താണ് പറഞ്ഞു നോക്കി? OPD യെസ്, വെരി ഗുഡ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്തിന് എപ്പോഴും OPD പേഷ്യൻസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യൻസിന്, ഇൻപേഷ്യൻസിന്, അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ വളരെ അടുത്ത് അല്ലെങ്കിൽ അവർക്കൊക്കെ വളരെ ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കി, ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയില് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വയ്ക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കരുതെന്ന് പറയുന്ന കാരണം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ഒരു റീസൺ? മറ്റു ഡിപ്പാർട്ട്മെന്റ്, യെസ്, വെരി ഗുഡ്, റേഡിയേഷൻ ആണ് അല്ലെ? ഇവിടെ റേഡിയേഷൻ തെറാപ്പിയിലല്ല, റേഡിയേഷൻ ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ വരച്ചാല് അവർക്കും ആ റേഡിയേഷൻസ് ഏൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ ഒരിക്കലും ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വയ്ക്കരുത്. It should have some room for expansion at a later date. ഇനി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിപുലീകരണം അല്ലെ? അപ്പൊ വിപുലീകരണം അത് എന്താണ്? ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നീട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും വിപുലീകരണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ച് റൂമുകൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്തിരിക്കണം? വെറുതെ ഇട്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? പിന്നീട് എന്തെങ്കിലും എക്സ്പാൻഷൻ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും വിപുലീകരണം നടക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് സ്പേസ് അല്ലെങ്കിൽ ചില റൂമുകൾ അവിടെ ഓൾറെഡി വേക്കന്റ് ആയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഓൾറെഡി വേക്കന്റ് ആയിട്ട് ഇട്ടിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫ്ലെക്സിബിലിറ്റി, വഴക്കം. എക്സ്പാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിപുലീകരണ ക്ഷമത അല്ലെ? അപ്ഗ്രേഡബിലിറ്റി, നവീകരണം അല്ലെങ്കിൽ എന്താണ്? പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരിക. to work on while sitting the department. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം? അത് ഫ്ലെക്സിബിൾ ആണോ, അതുപോലെ തന്നെ എക്സ്പാൻഡബിലിറ്റി, വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ, അതുപോലെ അപ്ഗ്രേഡബിലിറ്റി അല്ലെ, നവീകരണം അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റുന്ന രീതിയിലാണോ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് എന്നുള്ളതെല്ലാം ആ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ലൊക്കേഷൻ എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നിലയിലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ? CT, MRI സ്കാനേഴ്സ് പോലുള്ള ഹെവി ലോഡഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്, അതല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഉപകരണങ്ങളാണ്. അവയൊക്കെ കൃത്യമായിട്ട് വയ്ക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ താഴത്തെ നില തന്നെയാണ്. അടുത്ത പോയിന്റ് പറഞ്ഞ എന്താ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വാക്കിംഗ് പേഷ്യൻസ് അല്ലെങ്കിൽ നടപ്പ് രോഗികളെ മാത്രമല്ല കെയർ ചെയ്യുന്നത്, മറിച്ച് എന്താണ് എമർജൻസി പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് നടന്ന് വരാനായിട്ട് സാധിക്കാത്തവരോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്കാനിംഗ് ഒക്കെ നടത്തി രോഗനിർണയം നടത്തി ഉടനെ തന്നെ ട്രീറ്റ്മെന്റുകൾ വേണ്ടതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എമർജൻസി പേഷ്യൻസിനെയൊക്കെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ് ലൊക്കേഷൻ വരേണ്ടത്. അതുപോലെ തന്നെ എന്താ? എന്തിനോടൊക്കെ അടുത്തായിരിക്കണം അല്ലെങ്കിൽ എന്തിനൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം? OPD പേഷ്യൻസിനും ഇൻപേഷ്യൻസിനും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വയ്ക്കേണ്ടത്. ഇതെന്താണ്? മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയില് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കരുത്. എന്താ പറഞ്ഞത്? ഇനി പിന്നീട് എന്തെങ്കിലും ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പിന്നീട് എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ചില റൂമുകൾ ഓൾറെഡി അവിടെ വേക്കന്റ് ആയിട്ട് വെച്ചിരിക്കണം. പിന്നെ എന്താ പറഞ്ഞത്? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? അത് ഫ്ലെക്സിബിൾ ആണോ, പിന്നെ എന്താ വിപുലീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പാൻഡബിലിറ്റി വിപുലീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ, പിന്നെ എന്താ പുതിയ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും പോയിന്റ്സ് നമ്മുടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് ഫിസിക്കൽ ഫെസിലിറ്റി
ആൻഡ് സ്പേസ് നെസസിറ്റീസ്. അപ്പോ നമ്മുടെ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേഷൻ പറഞ്ഞു. ഇനി ഫിസിക്കൽ ഫെസിലിറ്റീസ്, എന്തൊക്കെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസുകളാണ് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ നാല് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. വളരെ സിമ്പിൾ ആണ്. നോക്കി, ഫസ്റ്റ് പോയിന്റ് നോക്കി, റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. അപ്പൊ നിങ്ങളൊക്കെ എക്സ്റേ സ്കാനിംഗ് ഒക്കെ ചെയ്യാൻ പോയവരാണോ? പോയിട്ടുണ്ടോ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ? അപ്പൊ അവിടെ ഒരു രജിസ്ട്രേഷൻ ആൻഡ് റിസപ്ഷൻ ഏരിയ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മള് ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഡോക്ടേഴ്സ് തരുന്ന റെഫറൻസ് ഒക്കെ കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് കൊടുക്കുക അല്ലെ. അപ്പൊ റിസപ്ഷൻ ഏരിയയിലുള്ളവർ റിസപ്ഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത് ഒറ്റ വിഭാഗമായി തന്നെയാണ് കാണുന്നത്. ഒരു ഒറ്റ സ്പേസ് ആണ്. അവിടെ എന്തുണ്ട്, അവർ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതിയെടുക്കും. അതുപോലെ ഏത് ഡോക്ടറാണ് നമുക്ക് അത് റെഫർ ചെയ്ത് തന്നിരിക്കുന്നതെന്ന് എഴുതിയെടുക്കും. അതുപോലെ ഓരോരുത്തരും വരുന്നവരുടെ ആ ഒരു പ്രൊസീജിയറിന്റെ ആ ഒരു ഫസ്റ്റ് വരുന്ന ആരാണ്, സെക്കൻഡ് വരുന്ന ആരാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ്, എക്സ്റേ ആണോ സ്കാനിങ് ആണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ സോർട്ട് ചെയ്തിട്ട് ഓരോരുത്തരെയും ഓരോ സമയത്ത് ഈ ഒരു പ്രൊസീജിയറിന് കയറ്റുന്നതൊക്കെ അതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഈ റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയയിലെ ആളുകളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു റിസപ്ഷൻ കൺട്രോൾ രജിസ്ട്രേഷൻ ഏരിയ ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറഞ്ഞത് പേഷ്യൻസ് വെയിറ്റിംഗ് റൂം അല്ലെ. നമ്മളിപ്പോ ആ ഒരു എക്സ്റേയോ സ്കാനുകളോ ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടാവില്ലേ? നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ് വെയിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടുകൾ വാങ്ങാനായിട്ടും ഒക്കെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. പേഷ്യൻസ് വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യുന്ന റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും അത് സെപ്പറേറ്റ് ചെയ്യാനും ഏതൊക്കെ പ്രൊസീജിയർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാനും അത് വരുന്നത് കളക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്സ് ഏരിയ വേണം. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ്. റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് അല്ലെ. അതായത് ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. അതെങ്ങനെയായിരിക്കണം നോക്കിയേ. ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂംസ്. എക്സ്റേ റൂംസുമായിട്ട് എന്താണ് കയ്യെത്തുന്ന അകലത്തിൽ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കണം ഈ റേഡിയോളജിസ്റ്റുകൾ ഓഫീസ്. ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. അവർക്കാണ് ഇതിന്റെ അധികാരം ഉണ്ടായിരിക്കുക. വ്യൂവിംഗ് ചാർട്ടിങ്ങും ഫിലിംസ് ആണ്. എക്സ്റേസ് ഒക്കെ ആണെങ്കിൽ ഫിലിംസ് ആയിട്ടല്ലേ നമുക്ക് കിട്ടാം. ആ ഫിലിംസിനെ ചാർട്ട് ചെയ്യാനും വ്യൂ ചെയ്യാനും അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും അധികാരം ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക? ഈ റേഡിയോളജിസ്റ്റുകൾക്കായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ആ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും റിപ്പോർട്ടുകൾ സൈൻ ചെയ്യുന്നതും ആരാണ്? റേഡിയോളജിസ്റ്റുകളാണ്. അപ്പൊ അതിനൊരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസും ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണം. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ, അതുപോലെ തന്നെ പേഷ്യൻസിനെ വെയിറ്റിംഗ് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് റൂമുകൾ വേണം. മൂന്നാമത് പറഞ്ഞ എന്താ? ഈ വരുന്ന റിസൾട്ടുകളെ കളക്ട് ചെയ്യാനും അതിനെ സെപ്പറേറ്റ് ചെയ്യാനും ആ റിപ്പോർട്ട്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്സ് ഏരിയ വേണം. കൂടാതെ എന്ത് വേണം? റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസുകൾ വേണം. അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ക്ലോസ്ലി ബൈ ദി എക്സ്റേ റൂംസ്. എക്സ്റേ റൂംസുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കണം. അവർക്ക് ആ ഫിലിംസ് ചാർട്ട് ചെയ്യാനും വ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ആ റിസൾട്ടുകൾ എന്തൊക്കെയാണ് അതിന്റെ റിസൾട്ടുകൾ എന്നുള്ളത് തയ്യാറാക്കാനും അത് സൈൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ആളാരായിരിക്കും? റേഡിയോളജിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ ഒരു ഓഫീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് മനസ്സിലായോ? 4 പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റേഡിയേഷൻ റിസ്ക്. റേഡിയേഷൻ റിസ്ക് അല്ലെ. റേഡിയേഷനുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് അപകട സാധ്യതകൾ ഉള്ളതാണ് അല്ലെ. അപ്പൊ റേഡിയേഷൻ റിസ്കുകൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യതകളാണ് പറയുന്നത്. ഇത് 2 കൂട്ടർക്ക് വരാം അല്ലെ. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വരാം ഇല്ലേ? റേഡിയേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് അപകട സാധ്യതകൾ ഉണ്ടാവില്ലേ? അതല്ലാന്നുണ്ടെങ്കിലോ പേഷ്യൻസിന്, ഇത് ചെയ്യുന്ന പേഷ്യൻസിനും വരാവുന്നതാണ്. അപ്പൊ ഈ 2 റിസ്കുകളും 2 വിഭാഗക്കാർക്കും കൂടി ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതായത് അവിടെ പേഷ്യൻസിനും അവിടെ ചെയ്യുന്ന ആ റേഡിയേഷനുകളോ പോലെയുള്ള ആ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന പേഷ്യൻസിനും ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള റേഡിയേഷൻ റിസ്കുകൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് 2 എഫക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും.
അതിന് സിവിയർ എഫക്ട് നോക്കി, ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. എന്താണ് സിവിയർ എഫക്റ്റിൽ വരുന്നത്? ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. ചോദിക്കാറുണ്ട് കേട്ടോ, സിവിയർ എഫക്ട് എന്താണ്, അല്ലെങ്കിൽ ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം എന്ന് പറയുന്നത് ആ എഫക്ട് ഏതാണ്? അതുപോലെ ക്രോണിക് എഫക്റ്റിലാണെങ്കിൽ ഓയിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ എന്നുള്ളത് ഏത് എഫക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ സിവിയർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, വളരെ കുറഞ്ഞ സമയത്തില്, പക്ഷെ അവിടെ കിട്ടുന്ന ആ ഒരു ഡോസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഹെവി ഡോസ് ആയിരിക്കും. അപ്പൊ ഹെവി ഡോസ് ആണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം ആണ്, പക്ഷെ അവിടെ എന്താ ഹെവി ഡോസ് കിട്ടുന്നു. അങ്ങനെ ഹെവി ഡോസ് കിട്ടുന്നവർക്ക് എന്തൊക്കെ എഫക്റ്റുകൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ, ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെയുള്ള എഫക്റ്റുകൾ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചാലും നമുക്ക് ചിലർക്ക് സൈഡ് എഫക്ട് ഉണ്ടാവും, ചിലർക്ക് സൈഡ് എഫക്ട് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും റേഡിയേഷൻസ് ഏൽക്കുന്നത് കൊണ്ട് ചിലവർക്ക് എന്താണ് ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് വരാം. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് സിവിയർ എഫക്റ്റിൽ നോക്കിയേ, സെറിബ്രൽ എന്ന് പറഞ്ഞ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അല്ലെ. അവിടെ എന്തൊക്കെയാണെന്ന് നോക്കി ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സുകള്. കൺവൽഷൻസ് എന്താണ്? കൺവൽഷൻസ് ഷിവറിങ്, നമ്മുടെ വിറയിലൊക്കെ അനുഭവപ്പെടുക ഷിവറിങ്. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്താ? കാഴ്ച മങ്ങുന്ന അവസ്ഥ. അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ കൂടെ എഴുതി വെച്ചിരുന്നു കേട്ടോ. കൺവൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിവറിങ് അല്ലെങ്കിൽ വിറയൽ ഉണ്ടാവുക. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്താ? കാഴ്ച മങ്ങുന്ന അവസ്ഥ. ഹെഡ് ഏക്ക്, തലവേദന. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനുമായിട്ട് അല്ലെങ്കിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് വരുന്ന സൈഡ് എഫക്ട്സ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഗ്യാസ്ട്രിക് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയ ആണ് അല്ലെ. നോസിയ എന്ന് പറയുന്ന ഓക്കാനം. വോമിറ്റിംഗ്, ഛർദി അല്ലെ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ അല്ലെങ്കിൽ നമ്മുടെ അടിവയറില് ഏതെങ്കിലും ഒരു ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഏതൊരു പ്രത്യേക ഭാഗത്ത് മാത്രമായിട്ട് വേദന അനുഭവപ്പെടുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഏരിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ്. ബ്ലഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാന്ന് നോക്കി, അനീമിയ, എന്താണ്? വിളർച്ച. ബോൺ മാരോ ഡിപ്രഷൻ, നമ്മൾ ഓൾറെഡി ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ബോൺ മാരോ ഡിപ്രഷൻ. എന്താണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്? അസ്ഥിമജ്ജ വിഷാദം എന്നുള്ളതാണ് മലയാളം. എന്താണ്? ബോൺ മാരോസ്, ബോൺസിനുള്ളിലുള്ള സോഫ്റ്റ് ടിഷ്യൂസ് ആണ് ഈ ബോൺ മാരോ എന്ന് പറയുന്നത് അല്ലെ. ആ ബോൺ മാരോസിന്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥയാണ് ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സിവിയർ എഫക്റ്റിൽ വരുന്നത്? സിവിയർ എഫക്റ്റ് എങ്ങനെയാണ്? ഒരു ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമില് ഹെവി ഡോസ് ഓഫ് റേഡിയേഷൻസിന് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റുകളാണ്. അതിൽ സെറിബ്രൽ എന്തൊക്കെ വന്നു? കൺവൽഷൻസ് അല്ലെങ്കിൽ ഷിവറിങ്ങുകള്. എന്താ? ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങുന്ന അവസ്ഥ. ഹെഡ് ഏക്ക്, തലവേദന. ഗ്യാസ്ട്രിക് ഏരിയയുമായി ബന്ധപ്പെട്ട് നോസിയ അല്ലെങ്കിൽ ഓക്കാനം ഉണ്ടാവുന്നുണ്ട്. വോമിറ്റിംഗ്, ഛർദി ഉണ്ടാവുന്നുണ്ട്. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദി അബ്ഡോമൻ അല്ലെങ്കിൽ അടിവയറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക ഭാഗത്ത് ഒരു വേദന അനുഭവപ്പെടുക. ബ്ലഡുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാവുന്നുണ്ട്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവുന്നുണ്ട്. ബോൺ മാരോ ഡിപ്രഷൻ അല്ലെങ്കിൽ അസ്ഥിമജ്ജ വിഷാദവും ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ സിവിയർ എഫക്റ്റിൽ. അതായത് ഇപ്പൊ MRI ഒക്കെ ചെയ്തവരാണെങ്കിൽ അവരോട് ചോദിച്ചറിയാൻ പറ്റും. MRI മെഷീനിലൊക്കെ ഭയങ്കര സൗണ്ട് ആണ്, കുറച്ച് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സമയം നമ്മൾ ആ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് വരെ കുറച്ച് സമയം എടുക്കും ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സൗണ്ടുകൾ കേൾക്കുന്നത് കൊണ്ട് ചിലർക്ക് തലവേദനയോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ചിലർക്ക് പേടി കൊണ്ടാവാം ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പൊ ഷിവറിങ് ചിലർക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ ചിലർ പറയാറുണ്ട് നമ്മുടെ ഭയങ്കര ആയിട്ട് വിറവൽ അനുഭവപ്പെട്ടു, അതുപോലെ തലവേദനയായിരുന്നു, പിന്നെ ഇങ്ങനെ തല കറങ്ങുന്നു പോലെ തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി തോന്നിയായിരുന്നു. അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ആ ഒരു സിംറ്റം അനുസരിച്ചാണ്. പിന്നെ ഈ ഒരു സിവിയർ എഫക്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു സിവിയർ എഫക്റ്റിൽ വരുന്ന എല്ലാ ഒട്ടുമിക്കതായിട്ടുള്ള സൈഡ് എഫക്റ്റും നമുക്ക് കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു 1-2 ദിവസം, മാക്സിമം 1 ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു എഫക്റ്റ് ആണ്. നമുക്ക് അതിനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു എഫക്റ്റിൽ നിന്നും വിട്ടുമാറാനായിട്ട് സാധിക്കും അല്ലെ. എന്നാൽ രണ്ടാമത്തേതായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നോക്കി, ക്രോണിക് എഫക്റ്റ്. ക്രോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത അവസ്ഥയാണ്. ഇവിടെ ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഉണ്ടാവുക കേട്ടോ. ക്രോണിക് എഫക്റ്റില് ഓയിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. എന്താണ് ഇവിടെ, നിരന്തരമായിട്ടുള്ള തുടർച്ചയായ നിരന്തരമായിട്ടുള്ള ഒരു ഷോർട്ട് എക്സ്പോഷർ, വളരെ കുറവുള്ള ഡോസ് ആണ് ഇവിടെ കിട്ടുന്നുള്ളെങ്കിൽ പോലും അതെങ്ങനെയാണ് കിട്ടുന്നത്, ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈമിലല്ല, മറിച്ച് എങ്ങനെയാ, കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ്, തുടർച്ചയായിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ആ ഒരു ഷോർട്ട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ പോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് ആവശ്യമായിട്ട് നമ്മൾ റേഡിയേഷൻ തെറാപ്പികളൊക്കെ പേഷ്യൻസിന് കൊടുക്കാറില്ലേ. അപ്പൊ അവരെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, അവരെങ്ങനെയാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാവാം അവരെന്താണ്, കുറച്ചളവിൽ അവർക്ക് റേഡിയേഷൻ കിട്ടുന്നുള്ളൂ, എന്നാൽ പോലും 1 or 2 പ്രാവശ്യമല്ല, അപ്പൊ കുറച്ച് അധികം പ്രാവശ്യം അവർ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിന്, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാവാം, അവരെങ്ങനെയാണ്, അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം അവർ ആ ഒരു റേഡിയേഷൻ എക്സ്പോഷർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഹെവി ഡോസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് പിന്നീട് വരുന്ന സൈഡ് എഫക്ട്സുകൾ എന്തായിരിക്കും, വിട്ടുമാറാത്ത സൈഡ് എഫക്ട്സ് ആയിരിക്കും. എന്തൊക്കെയാണെന്ന് നോക്കിയേ, സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരുന്നു നോക്കിയേ, ഹെയർ ലോസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, മുടി കൊഴിച്ചിലുണ്ടാവുന്നുണ്ട്. നമ്മുടെ ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ തെറാപ്പികൾ പോലുള്ള തെറാപ്പികളൊക്കെ കൊടുത്തുമ്പോൾ അവരെ മുടി കൊഴിച്ചിലുണ്ടാവാറില്ലേ, അറിയില്ലേ നിങ്ങൾക്ക്. അതുപോലെ ബ്രിട്ടിൽ നെയിൽസ്, നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സ്കിന്നുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വന്നത്, ഹെയർ ലോസ്, മുടി കൊഴിച്ചിലുണ്ടാവുന്നുണ്ട്. അതുപോലെ ബ്രിട്ടിൽ നെയിൽസ്, എന്താണ്, നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ബ്ലഡുമായി ബന്ധപ്പെട്ട് രണ്ടിനും ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ, കോമൺ ആയിട്ട്. ബ്ലഡുമായി ബന്ധപ്പെട്ട് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെയുള്ള കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്താണ്, ലുക്കീമിയ പോലുള്ള ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണുമായി ബന്ധപ്പെട്ട് കെട്രാക്ട്. എന്താണ് കെട്രാക്ട് എന്ന് പറയുന്നത്, കെട്രാക്ട് കേട്ടിട്ടുണ്ടോ, കെട്രാക്ട് എന്താണെന്ന്, എന്താണ് കെട്രാക്ട്, തിമിരം. വെരി ഗുഡ്, തിമിരമാണ് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും തിമിരമുള്ള ആൾക്കാണ് കൂടുതലും കേട്ടിരിക്കുക, പ്രായമായവരിലാണ് തിമിരം അല്ലെ. അതായത് ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് തിമിരം. നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സർജറീസിലൂടെ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി നാളെ റേഡിയേഷൻസ്, വളരെ ഷോർട്ട് എക്സ്പോഷർ ആയിരിക്കും, എന്നാൽ പോലും ഒത്തിരി നാളെ റേഡിയേഷൻസ് ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, കെട്രാക്ട് പോലെയുള്ള രോഗങ്ങൾ കണ്ണുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റെന്തൊക്കെ ഉണ്ടാവാറുണ്ട്, സ്റ്റെറിലിറ്റി, വന്ധ്യത ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒബസിറ്റി, അമിതവണ്ണം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മറ്റ് ക്യാൻസറുകളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പൊ ഇത് ക്രോണിക് എഫക്ട്, അതായത് വിട്ടുമാറാത്തതായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആ സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും തമ്മിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സിവിയർ എഫക്റ്റിലാണെങ്കിൽ ഒട്ടുമിക്ക എന്താണ് സൈഡ് എഫക്ട്സും നമുക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്താൽ നമുക്ക് ഉടനെ തന്നെ അതിൽ നിന്നും മോചനം ലഭിക്കും. എന്നാൽ ക്രോണിക് എഫക്റ്റിൽ അങ്ങനെയാണോ, ഇപ്പൊ ഹെയർ ലോസ് ആയാലും ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു മാസം എടുത്താലും വളരെ കുറവേ വരുള്ളൂ അല്ലെ. ആദ്യത്തെ പോലെ നമുക്ക് ആ സെയിം കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി നാളെടുക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ലുക്കീമിയ വന്നാലും പിന്നെ എന്താ, ഇപ്പൊ മറ്റ് ക്യാൻസർ ആയിക്കോട്ടെ, കെട്രാക്ട് ആയിക്കോട്ടെ, പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അത് ക്രോണിക് എഫക്റ്റ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത അവസ്ഥയാണെന്ന് പറയുന്നത്. ക്ലിയർ ആയോ, സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും? ഓക്കെ, നെക്സ്റ്റ് ആണ് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്. ഇപ്പൊ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണ ബോർഡാണ്. The Atomic Energy Regulatory Board, that is AERB. ഷോർട്ട് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. AERB-യുടെ ഷോർട്ട് ഫോംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം കേട്ടോ. അപ്പൊ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഷോർട്ട് ഫോംസും നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എല്ലാ ഷോർട്ട് ഫോംസും അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പൊ ആ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ പേജിൽ തന്നെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റ എടുക്കുക. അതല്ലാതെ ഓരോ പേജ് മറിച്ച് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എഴുതി വെച്ച് പഠിക്കുക. അപ്പൊ AERB എന്ന് പറഞ്ഞാൽ എന്താ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് is outlined by the central government. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. is a professional authority. ഇതൊരു വിദഗ്ധ അതോറിറ്റിയാണ്. as a regulatory board for granting ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അനുമതി നൽകുക.
റിന്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? പുതുക്കൽ. വിഡ്രോവൽ എന്താ? പിൻവലിക്കൽ. ആൻഡ് റിവോക്കേഷൻ കൺസേൺസ് അനുമതി അസാധുവാക്കൽ. ഇത്രയും കാര്യങ്ങള് ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്, ആണവ റേഡിയേഷൻ സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാന്റിങ്ങുകൾ നടത്തുക. ദെൻ അതുപോലെ തന്നെ ആ കൊടുത്തിരിക്കുന്ന ഗ്രാന്റിങ്ങുകളെ പുതുക്കുക. എന്താ? അത് പിൻവലിക്കാനും അതെന്താ അസാധുവാക്കാനുമുള്ള ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? ഈ AERBയുടെ കയ്യിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകള് ഇങ്ങനെയുള്ള റേഡിയേഷനുമായി ബന്ധപ്പെട്ട എന്ത് ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്ത് ഫെസിലിറ്റീസ് പുതിയതായിട്ട് കൊണ്ടുവന്നാലും ആരിൽ നിന്ന് പെർമിഷൻ എടുത്തിരിക്കണം? ഈ AERB എന്ന് പറയുന്ന ആ ഒരു നിയന്ത്രണ ബോർഡിന്റെ പെർമിഷനോട് കൂടി മാത്രമേ എന്ത് ഫെസിലിറ്റീസും അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഗ്രാന്റിങ്ങുകൾ, അനുമതികള്, അതുപോലെ അത് പുതുക്കലുകള്, എന്താണ് അവിടെ പ്രോപ്പർ ആയിട്ട് ഇവർ പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല അവർ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പിൻവലിക്കാനും, അതുപോലെ തന്നെ റിവോക്കേഷൻ കൺസേൺസ് എന്ന് പറയുന്നത് അനുമതി നൽകിയതിനെ എന്താണ്? അസാധുവാക്കുക. അസാധുവാക്കൽ കേട്ടോ. അനുമതി നൽകിയതിനെ അസാധുവാക്കുക. അപ്പൊ അതിനെ അസാധുവാക്കാനും പിൻവലിക്കാനും ഒക്കെയുള്ള ആ ഒരു എന്താണ് മേജർ ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ വിദഗ്ധ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? AERB ആണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. ക്ലിയർ ആയോ? റെഗുലേറ്ററി ബോഡി എന്താണെന്ന്? ഇവിടെ ഏറ്റവും ഉന്നതയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന ഒരു റെഗുലേറ്ററി അല്ലെങ്കിൽ നിയന്ത്രണ ബോർഡാണ് AERB എന്ന് പറയുന്നത്. അത് എന്തിന് കീഴിൽ വരുന്ന? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവരാണ് എന്ത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നിലവിൽ ഇപ്പൊ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതിനെല്ലാത്തിനെയും വർക്ക് ചെയ്യാനുള്ള പെർമിഷൻസ് കൊടുക്കുന്ന, അനുമതികൾ കൊടുക്കുന്നതും അതിന് പുതുക്കലുകൾ നൽകുന്നതും അതിന് എന്ത് കാര്യങ്ങളും അവർ പ്രോപ്പർ ആയിട്ടല്ല ചെയ്യുന്നത് എങ്കിൽ അതിനെ പിൻവലിക്കാനും അസാധുവാക്കാനും ഒക്കെ ഉള്ള അധികാരം ആർക്കായിരിക്കും? ഈ AERB എന്ന് പറയുന്ന ആ നിയന്ത്രണ ബോർഡിനായിരിക്കും. AERB ക്ലിയർ ആയോ? റെഗുലേറ്ററി ബോഡി. നെക്സ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ഏരിയ. ഡയഗ്നോസ്റ്റിക് ഏരിയ എന്താണ്? രോഗനിർണയ ഏരിയ അല്ലെ? നമ്മുടെ ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ആ രോഗനിർണയം നടത്തുന്നത്? ആ ഒരു ഏരിയയാണ് ഡയഗ്നോസ്റ്റിക് ഏരിയ. പ്രധാനമായിട്ടും റേഡിയോളജി റൂമിലാണ് നമ്മൾ ആ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റേഡിയോളജി റൂമില് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കണം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് സോ ദാറ്റ് പീപ്പിൾ cannot come 1 meter of its outside walls. അല്ലെ? ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വലിയ ബോർഡ് എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് നമ്മൾ വലിയ എന്താണ് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡോർ തുറന്ന് നേരെ കയറി നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണോ? ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യുന്ന റൂമിലോട്ടാണോ? അല്ല, അല്ലെ? അതിനുള്ളിൽ കുറെ അധികം റൂമുകളുണ്ട്. അതിൽ ലാസ്റ്റ് ഇതിലൊരു കോർണറിലായിട്ട് ഓപ്പറേഷൻ റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? എക്യുപ്മെന്റ്സ് എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും പുറമെ കാണുന്ന ആ ഒരു റൂമുകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും റേഡിയേഷൻ ചെയ്യുന്ന റൂമുകളല്ല. റേഡിയേഷൻ ചെയ്യുന്ന റൂമുകൾ എപ്പോഴും ഉള്ളിലായിട്ട് സെക്ലൂഡർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പൊ ഈ റേഡിയോളജി റൂമുകള് ഈ ഔട്ട്സൈഡ് വാൾസ് അല്ലെങ്കിൽ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പുറം ഭിത്തി, അതാണ് ഔട്ട്സൈഡ് വാൾസ്. ആ പുറം ഭിത്തിയിൽ നിന്നും 1 മീറ്റർ എങ്കിലും ഉള്ളിലേക്ക് മാറി ഒറ്റപ്പെട്ടായിരിക്കണം ഈ റേഡിയോളജി റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ റേഡിയോളജി റൂമുകൾ അവിടെയാണ് വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം നോക്കി, the windows are avoided to lessen the penetration of radiation in the nearby areas. അതുപോലെ വിൻഡോസ് എന്ത് ചെയ്തിരിക്കണം? അവോയ്ഡ് ചെയ്തിരിക്കണം അല്ലെ? വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? to lessen the penetration of radiation in the nearby areas. എന്താണ് penetration of radiation എന്ന് പറയുന്നത്? തുളച്ചു കയറുക അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ നിയർ ബൈ ഏരിയാസ്, വിൻഡോസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ആ ഒരു റേഡിയോളജി റൂമുമായി ബന്ധപ്പെട്ട് അതിന് ചുറ്റുമുള്ള ഏരിയാസ് ഉണ്ടാവില്ല. ആ ചുറ്റുമുള്ള ഏരിയാസിലോട്ട് ഈ റേഡിയേഷനുകൾ, ആ റൂമിലെ റേഡിയേഷൻസ് അല്ലേ വരുന്നത്. അപ്പൊ ആ ഒരു റേഡിയേഷൻസ് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നുഴഞ്ഞു പോവുക, തുളച്ചു കയറുക എന്നുള്ള ഒരു മീനിങ് ആണ് പെനിട്രേഷൻ കേട്ടോ. അത് കടന്നു പോവാതിരിക്കാൻ, മറ്റുള്ള ഏരിയയിലോട്ട് ആ ഒരു റേഡിയേഷൻ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് വയ്ക്കാത്തത്. മൂന്നാമത്തെ പോയിന്റ് നോക്കി, all walls and doors to be painted washable paints of good quality. അതുപോലെ ആ ഒരു റേഡിയോളജി റൂമിന്റെ
ഭിത്തികളാണെങ്കിലും അവിടുത്തെ ഡോർസ് അല്ലെങ്കിൽ വാതിലുകളാണെങ്കിലും എന്തായിരിക്കണം, ഗുഡ് ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കി, ആസ് പെർ ടു ദ BARC, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ ഷോർട്ട് ഫോം ആയിട്ട്. BARC എന്താണ്, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ. മുംബൈയിലുള്ള ഒരു അറ്റോമിക് റിസർച്ച് സെന്റർ ഗവേഷണ കേന്ദ്രമാണ് BARC അല്ലെങ്കിൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, അവിടുത്തെ ഈ ഒരു പ്രത്യേകതയാണ് പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. The walls of the radiography rooms should be 9 inches thick concrete walls or 14 inches thick brick masonry walls ആയിരിക്കും. അപ്പൊ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ മുംബൈയുടെ ഒരു പ്രത്യേകത, അവിടുത്തെ റേഡിയോളജി റൂമിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അവിടുത്തെ റേഡിയോളജി റൂമുകൾ എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ 9 inches തിക്കുള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. അവിടുത്തെ ആ ഭിത്തി എങ്ങനെയുള്ളതായിരിക്കും, 9 inches തിക്കുള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ 14 inches തിക്കുള്ള ബ്രിക് മേസണറി വാൾസ്, കല്ലുകൊണ്ടുണ്ടാക്കിയ ഭിത്തികളായിരിക്കാം ഭാഭ അറ്റോമിക് സെന്ററിലെ. നെക്സ്റ്റ് നോക്കി, കീപ് മിനിമം ഫർണിച്ചർ, എപ്പോഴും വളരെ കുറച്ച് ഫർണിച്ചേഴ്സ് മാത്രമേ ആ ഒരു റേഡിയോളജി റൂമിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് എന്താ, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂമബിൾസ്. വെന്റിലേഷൻ ഫ്യൂമബിൾസ് എന്ന് പറയുന്നത് അതായത് ഇതൊരു ലോക്കൽ എക്സോസ്റ്റ് ആണ്. ലോക്കൽ എക്സോസ്റ്റ് അല്ലെങ്കിൽ വെന്റിലേഷൻ ഡിവൈസുകളാണ് വെന്റിലേഷൻ ഫ്യൂമബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിൻഡോസ് അവോയ്ഡ് ചെയ്യണം അല്ലെ, മറ്റ് ഏരിയയിലോട്ട് റേഡിയേഷൻസ് കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം എന്താ, അപകടകരമായിട്ടുള്ള പുകയോ പൊടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വിടാനായിട്ട് വെന്റിലേഷൻസ്, അതായത് ലോക്കൽ എക്സോസ്റ്റുകളാണ് വെന്റിലേഷൻ ഫ്യൂംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ എക്സോസ്റ്റുകൾ പോലെയുള്ള വെന്റിലേഷൻ ഡിവൈസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കി, ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻസ് ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഇസ് ഇനഫ് മൂവിംഗ് സ്പേസ്. അതുപോലെ എക്സ്റേ മെഷീൻസ് ആ ഒരു റൂമിന്റെ എവിടെയാണ് സ്ഥാപിക്കേണ്ടത്, ഒരു കോർണറിലായിട്ട്, ഒരു മൂലയിലായിട്ടായിരിക്കണം സ്ഥാപിക്കേണ്ടത്. എക്സ്റേ മെഷീൻസ് സ്ഥാപിക്കേണ്ടത് ആ ഒരു റൂമിന്റെ മൂലയിലായി അല്ലെങ്കിൽ കോർണറിലായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്, സോ ദാറ്റ് ദർ ഇസ് ഇനഫ് മൂവിംഗ് സ്പേസ്, അതായത് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് മൂവ് ചെയ്യാനായിട്ട് കൂടുതൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ മെഷീൻസ് ഇങ്ങനെയുള്ള ഒരു കോർണറിൽ സ്ഥാപിക്കണമെന്ന് പറയുന്നത്. Next, the flooring should be able to support thus a load of heavy machines, particularly if the lab is built on the top floors. ഇനി എന്താണ്, ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഓൾറെഡി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഇനി വല്ല സ്ഥല പരിമിതി കാരണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് ഫ്ലോറിലെങ്കിലും കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് ഫ്ലോർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ആ ഫ്ലോറുകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഇവിടെ ഹെവി ലോഡഡ് മെഷീൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. സിറ്റി ആണെങ്കിലും MRI ആണെങ്കിലും എല്ലാ മെഷീൻസും ഹെവി ലോഡഡ് ആണ്. അപ്പൊ അതിനെ ആ ലോഡ് താങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം അവിടെ ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ പറഞ്ഞത്, ആ ഒരു പുറം ഭിത്തി അല്ലെ, ആ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട്സൈഡ് വാൾ അല്ലെങ്കിൽ പുറം ഭിത്തിയിൽ നിന്നും 1 മീറ്റർ അകത്തേക്ക് മാറി ഒറ്റപ്പെട്ട രീതിയിലായിരിക്കണം റേഡിയോളജി റൂമുകൾ വെക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞ വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്, നിയർ ബൈ ഏരിയാസിലോട്ടുള്ള റേഡിയേഷന്റെ പെനിട്രേഷൻ അല്ലെങ്കിൽ അത് കടന്നു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് വിൻഡോസ് അവോയ്ഡ് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞ, അവിടുത്തെ ഡോർസും വാൾസും എങ്ങനെയായിരിക്കണം, ഗുഡ് ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തിരിക്കണം. ഇനി BARC അല്ലെങ്കിൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിന് മുംബൈയിലുള്ള അതിന്റെ റേഡിയോളജി, അവിടുത്തെ റേഡിയോളജി റൂമുകളുടെ വാൾസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 9 inches thick ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിലോ 14 inches thick ആയിട്ടുള്ള ബ്രിക്ക് മേസണറി വാൾസ് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഭിത്തികളായിരിക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, മിനിമം ഫർണിച്ചേഴ്സ് മാത്രമേ ആ ഒരു റൂമിൽ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞ വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്താണ് വെന്റിലേഷൻ ഫ്യൂമബിൾസ് എന്ന് പറയുന്നത്, ലോക്കൽ ആയിട്ടുള്ള എക്സോസ്റ്റ് വെന്റിലേഷൻ ഡിവൈസുകളാണ് വെന്റിലേഷൻ ഫ്യൂമബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും പൊടികളോ അല്ലെങ്കിൽ എന്താണ് പുകയോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറത്തു വിടാനായിട്ടാണ് ഇങ്ങനെയുള്ള വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ, എക്സ്റേ മെഷീൻസ് എപ്പോഴും ആ റൂമിന്റെ കോർണറിലായിട്ടായിരിക്കണം സ്ഥാപിക്കേണ്ടത്. ഇനഫ് മൂവിംഗ് സ്പേസ്, മറ്റുള്ളവർക്ക് മൂവിംഗ് സ്പേസ് കൂടുതൽ കിട്ടാനായിട്ട് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു കോർണറിൽ സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, അവിടുത്തെ ഫ്ലോറിങ്ങുകൾ അല്ലെ, ഇവിടെ ഹെവി ലോഡഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു അതുകൊണ്ട് തന്നെ ടോപ്പ് ഫ്ലോറിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വെക്കുന്നത് എങ്കിൽ ആ ലോഡ് മെഷീൻസ്
പേഷ്യൻസിന്റെ ലോഡ് താങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോറിങ്ങുകളായിരിക്കണം ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഇത്രയും കാര്യങ്ങൾ എന്നെടുത്തത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചു കേട്ടോ. വേഗം വായിച്ചു നോക്കിയേ. നമ്മളിന്ന് ഏതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയിലെ പ്രൊസീജിയേഴ്സ് ഒന്നുകൂടി പറഞ്ഞു, റേഡിയേഷൻ ഓങ്കോളജി പറഞ്ഞു, ലൊക്കേഷന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു, റേഡിയേഷൻ റിസ്കുകളുമായി ബന്ധപ്പെട്ട് സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും പറഞ്ഞു, റെഗുലേറ്ററി ബോഡി പറഞ്ഞു, ദെൻ ഡയഗ്നോസ്റ്റിക് ഏരിയ പറഞ്ഞു. ബ്രിക്സ് എന്നാണ് കേട്ടോ അവിടെ. അത് നിങ്ങളുടെ നോട്ടിൽ എങ്ങനെയാണെന്നൊന്ന് നോക്കി കറക്റ്റ് ചെയ്തേക്കണേ. എന്താണ് BARC ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആ ഒരു ലാസ്റ്റ് പോയിന്റ് വരുന്നില്ലേ, പ്രിക്ക് എന്നാണ് കേട്ടോ. പ്രിക്ക് അതായത് കല്ല് കൊണ്ടുണ്ടെങ്കിൽ സ്റ്റോൺസ് വെച്ചുണ്ടാക്കിയ വാൾസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഉപകരണങ്ങൾ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. വെന്റിലേഷൻ ഫ്യൂംസ് ആണോ? അത് ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ ഡിവൈസുകളാണ്. അതായത് എക്സോസ്റ്റുകളില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ എക്സോസ്റ്റുകൾ വെക്കില്ലേ, അപ്പൊ അതേപോലെ തന്നെയുള്ള ലോക്കൽ ആയിട്ടുള്ള എക്സോസ്റ്റ് വെന്റിലേഷൻ ഡിവൈസുകളാണ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ് എന്ന് പറയുന്നത്. ഏതിന്റെയാണ് നവ്യ സെക്കൻഡ് പോയിന്റ് ചോദിച്ചത്? ഡയഗ്നോസ്റ്റിക് ഏരിയയുടെ ആണോ? ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഏരിയയിലാണ് 5 ചോദിക്കുന്നത്. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അല്ലാതെ തന്നെ ചോദിച്ചോളൂ. യെസ് മാം, ഡയഗ്നോസ്റ്റിക് ഏരിയ സെക്കൻഡ് പോയിന്റ്. ഡയഗ്നോസ്റ്റിക് ഏരിയയുടെ ആണോ? ഡയഗ്നോസ്റ്റിക് ഏരിയയില് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞെന്താ, നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യം എക്സാമ്പിൾ എടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും ഈ കുറച്ച് റൂമുകളൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലാണ് റേഡിയോളജി റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ പുറം ഭിത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്ന ആ ഒരു ഭിത്തി, ആ ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ എങ്കിലും ഉള്ളിലേക്ക് മാറി ഒറ്റപ്പെട്ട രീതിയിലായിരിക്കാം ഈ ഒരു റേഡിയോളജി റൂമുകൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ, റേഡിയേഷൻസ് ആണ് അവിടുന്ന് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വേണം. അതിനൊക്കെ ആവശ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ റേഡിയോളജി റൂമുകൾ സെറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താ, വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിയർ ബൈ ഏരിയാസിലോട്ട് ഈ റേഡിയേഷൻസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ, അവിടെ അവിടുത്തെ ആ റേഡിയോളജി റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആ റേഡിയോളജി റൂമിന്റെ വാൾസും അതുപോലെ തന്നെ അവിടുത്തെ ഡോറുകളും ഭിത്തിയും അവിടുത്തെ ആ വാതിലുകളും എങ്ങനെയാണ്, ഗുഡ് ക്വാളിറ്റി പെയിന്റ്, വാഷബിൾ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി പെയിന്റ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞ എന്താ, BARC അല്ലെങ്കിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈയുടെ അവിടുത്തെ പ്രത്യേകതയാണ് പറയുന്നത്. റേഡിയോളജി റൂമുകൾ ഒന്നില്ലെങ്കിൽ 9 ഇഞ്ചസ് തിക്കായിട്ടുള്ള കോൺക്രീറ്റ് വാൾസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ 14 ഇഞ്ചസ് തിക്കായിട്ടുള്ള ബ്രിക്ക് മേസണറി വാൾസ് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ സ്റ്റോൺസ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള വാൾസ് ആവാം. ക്ലിയർ ആയോ? ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക് ഫുള്ള് പറയണോ? ആരാണ്? അഞ്ചു ഉണ്ടോ? 5 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നില്ലേ? ഇല്ല മാം, ഇച്ചിരി കേറാൻ ലേറ്റ് ആയിപ്പോയി മാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഇപ്പൊ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ റേഡിയോളജിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ രോഗനിർണയം മാത്രം ചെയ്യുന്നുള്ളൂ. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? എക്സ്റേയോ സ്കാനിങ്ങുകളോ ഒക്കെ പോലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട്
രോഗനിർണയം നടത്തുന്നു. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുമ്പോ അവിടെ എന്താണ് ഡയഗ്നോസും ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന 4 പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആൻജിയോഗ്രഫി, ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി വരുന്നുണ്ട്. ഇനി മൂന്നാമത് വരുന്ന ഒരു ഏരിയയാണ് റേഡിയേഷൻ ഓങ്കോളജി. ഇവിടെ ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളാണ് കൊടുക്കുന്നത്. ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുകയും അതിന്റെ വ്യാപനം തടയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു രോഗത്തെ നിയന്ത്രിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് ക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കാനോ സാധിക്കും. പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Yes, ma'am. Thank you. ഓക്കെ, താങ്ക് യു.